ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ് കർക്കിടക മാസമാണല്ലോ. അപ്പോ നമ്മുടെ സാമ്പ്രാണി പുകച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാ റൂമിലും ഒന്ന് ആക്കിയതിന് ശേഷം ഇവിടേക്ക് ഒന്ന് കുടഞ്ഞു വിരിച്ചു വന്നതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് കത്തിച്ചിട്ട് എല്ലായിടത്തൊന്നും ആക്കാം. അപ്പൊ അത് രാവിലെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരിക. കണ്ടോ, ഞാൻ സ്റ്റിക്ക് കത്തിച്ചിട്ട് വെക്കുന്നത് ഇതിലാണ് കേട്ടോ. സുഖം സ്റ്റിക്കാണ്. അപ്പൊ ആ ഒരു കട്ട നമ്മളൊന്നും ഇങ്ങനെ കത്തിച്ചിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഉള്ളിലെ എല്ലാ റൂമുകളിലും ഹാളിലും കിച്ചണിലും ഒക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഖം കിട്ടും. അപ്പോ നമ്മൾ ഉണ്ണിക്കുട്ടി ഇരുന്ന് പഠിക്കുകയാണ്. രാവിലെയാണ് സമയം. അവനിന്നില്ല, ക്ലാസ് ഇല്ല. അപ്പോ കുറച്ചേരം ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാ. അവൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ റൂമിലൊക്കെ ഒന്ന് എല്ലായിടത്തും ഈ ഒരു സ്റ്റിക്ക് കത്തിച്ചു വെച്ചാൽ നല്ല സുഖം. ചന്ദനത്തിരിക്കൊക്കെ ഒരു കുത്തുന്ന സ്മെല്ലല്ലേ. ഇതാകുമ്പോ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു സുഖമാണ് നമുക്ക് ആ ഒരു മണം കിട്ടുമ്പോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എല്ലായിടത്തും സുഖം സ്റ്റിക്കൊക്കെ കത്തിച്ചു ഒക്കെ എല്ലാ ഭാഗത്തും കാണിച്ചു. കൊതുകിനും നല്ലതാണ് കേട്ടോ, കൊതുകൊന്നും വരാതിരിക്കാനും ഒക്കെ. അപ്പൊ ഇവിടെ രണ്ടുപേരും അത് കത്തിക്കും. അത് കഴിഞ്ഞ് ഇനി കിച്ചണിൽ പോവാനുണ്ട്. നമുക്ക് കിച്ചണിൽ പോയിട്ട് ജോലികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ചോറും ചായയൊക്കെ വെച്ചു. ചായയുടെ കടി ഉണ്ടാക്കാനുണ്ട്. ഞാന് ഫോണൊന്ന് നേരെ വെച്ചതാ. ഇനി വീഡിയോ നമ്മളെ കിച്ചണിലാണേ. അപ്പൊ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ, നമ്മളുടെ സാമ്പാർ കുറച്ചുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി. ഇനി ദോശ ഉണ്ടാക്കണം. ദോശമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേറ്റ് ദോശ ചുട്ടുകൊണ്ടിരിക്കുക. പിന്നെ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കണം. മുരിങ്ങാക്കായ ഉണ്ട്. ഏട്ടന്റെ വീട്ടിൽ നിന്ന് മുരിങ്ങാക്കായ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പരിപ്പിട്ട് മുരിങ്ങാക്കായ കറി ഉണ്ടാക്കണം. ഈ അടുപ്പത്ത് ഞാൻ ദോശ വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്ന് കഴിയുമ്പോൾ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചു. കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളാട്ടോ കുടിക്കുക. അപ്പൊ അത് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇനി ആ അടുപ്പത്ത് ഞാൻ കുക്കർ കഴുകിയിട്ട് അതില് പരിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പരിപ്പ് അടുപ്പത്തേക്ക് വെക്കുകയാണ്. കുറച്ച് വെള്ളത്തിൽ പരിപ്പ് ഇട്ടിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കായ ഒന്ന് നന്നാക്കി എടുക്കണം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പൊ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുറെ ആളുകൾ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതും കമന്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളുടെ ലൈവിലേക്ക് വരുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ വീഡിയോ അങ്ങനെ കണ്ടുപോവാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലെ. 2025 ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനൊന്നുള്ളതാണത്. അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്യാട്ടോ. പിന്നെ ഇനി മുരിങ്ങക്കായ ഒന്ന് റെഡിയാക്കട്ടെ. അതെല്ലാം ഒന്ന് തൊലി കളഞ്ഞിട്ട് നമ്മളുടെ കുക്കറിലിട്ട് കൊടുക്കണം. അതാവുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മള് ദോശ ഉണ്ട്. ദോശയിലേക്ക് ഇനി ചമ്മന്തി റെഡിയാക്കണം. നാളികേരം പൊളിക്കാൻ വേണ്ടി ഉണ്ണിക്കുട്ടനോട് പറഞ്ഞിട്ടുണ്ട്. നാളികേരം കൊണ്ടുവന്നാൽ അത് ഉടച്ച് ചിരകി നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങാ ചമ്മന്തി. അതുപോലെ സാമ്പാർ ഇരിക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങക്കായ കുറച്ചിട്ട് പരിപ്പിട്ട് കറിയും വെക്കണം. ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ കേട്ടാ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.